അച്ഛാ നമുക്കൊരു പടത്തിന് പോയാലോ അമ്മയെ പോയാലോ എന്ന് പറയുമ്പോൾ അന്ന വാടാ എന്നൊക്കെ പറഞ്ഞ് അടുത്തടുത്തൊക്കെ തിയേറ്റർ. ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒന്നെങ്കിൽ ലോങ്ങിലാണ് വരുന്നത് ഒന്ന്. പിന്നെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമേൻ്റെ ഒക്കെ ഒരു അവസ്ഥ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഒറ്റ അടിക്ക് തന്നെ ഇത്രയും സെൻട്രലിലേക്ക് ഒരിപ്പോൾ 4 ആഴ്ചക്ക് അപ്പോഴേക്കും ഇവർക്ക് OTT കൊടുത്തല്ലേ പറ്റും. അങ്ങനെ ഒരാഴ്ചയിൽ തന്നെ ആ സിനിമ നിങ്ങൾ കാണണം. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. മനുഷ്യന്മാരെ കാര്യമില്ലേ, നമ്മൾ നല്ല ജോലീൻ്റെ തിരക്ക്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ശരിയല്ലേ, ചിലപ്പോൾ ഒരാൾക്ക് സുഖമില്ലാത്ത അവസ്ഥ, അങ്ങനെ പല അവസ്ഥ കൊണ്ട് നമുക്ക് ഈ ആഴ്ചയോ അല്ലെങ്കിൽ ഈ ഒരു മാസമോ ഈ സിനിമ കാണാൻ പറ്റിയില്ല വിചാരിച്ചു. നിങ്ങൾക്ക് വരുന്ന ഒരു അതിനുശേഷം ഈ പടം ഇല്ല തിയേറ്ററിൽ. അതേസമയം മുമ്പത്തെ അവസ്ഥയിലാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു 80 കൂടെ 90 കൂടെ ഒരു പടം ഇറങ്ങി, നല്ല പടം കേട്ടോ കാണാം, അത് 100-ാം ദിവസം അവിടെ ഉണ്ട്, 80-ാം ദിവസം നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം അവിടെ പോയി കണ്ടു. ഇനി അവിടെ മിസ്സായാലും നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ആ ഷോ വരുന്നുണ്ട്, അതിൻ്റെ അപ്പുറമുള്ള തിയേറ്ററിലുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ എല്ലാവരും ഒരു സിനിമ 2-ാം പ്രാവശ്യം കാണാൻ നിങ്ങൾക്ക് സമയമില്ല, കാരണം അപ്പോഴും പടം മാറിയിട്ടുണ്ടാവും. ഇതൊക്കെ ടോട്ടലി ആ സിനിമയ്ക്ക് നഷ്ടമല്ലേ വരുത്തുന്നത്, നിങ്ങൾ അർഹിച്ച സാധനമല്ലേ നിങ്ങൾക്ക് മിസ്സാവുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഇത് സൂപ്പർ താരങ്ങളോ ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ കാര്യമാണ് പറയുന്നത്. ചെറിയ ബജറ്റിൽ എടുക്കുന്ന സിനിമക്കാർക്ക് ഇത് വലിയ പ്രശ്നമല്ല. ഇതാണ് 2011 സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യം. ദാറ്റ് ഈസ്, നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക, വലിയ പൈസ മുടക്കാതെ സിനിമ എടുക്കുക, അത് OTT കൊടുത്താലും. കാരണം അത് ഏത് കാലത്തും ഞാൻ പറയുന്നു, ഏത് കാലത്തും ഒരു പടത്തിന് ചേട്ടാ ഒരു 50 ലക്ഷം 1 കോടി എന്ന് പറഞ്ഞാൽ അത് ഏത് സമയത്തും അവർ അതിൻ്റെ ബിസിനസ് നമുക്കത് ഓക്കെയാണ്. ഈ 100 കോടി 200 കോടി പറയുമ്പോഴാണ് അവർക്കും ഇത് വരുന്നത്. മാത്രമല്ല, ഇനി അവൻ്റെ ഇത് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇത് വന്നു. ഞാൻ പറഞ്ഞ ശരി, കാരണം ആ പൈസയല്ലേ അവർക്ക് റിട്ടേൺ ആവശ്യമുള്ളൂ. നിങ്ങൾ 20 ലക്ഷത്തിന് എടുത്തെങ്കിൽ അറ്റ്ലീസ്റ്റ് 20 ലക്ഷം എന്ന് പറയുന്നത് ഈ രീതിയിൽ നല്ല കണ്ടന്റ് നല്ലതാണ്. നിങ്ങൾക്ക് ആളെ പിടിക്കുമെങ്കിൽ എത്ര വലിയ നടനും വേണമെന്നില്ല, നല്ല സ്ക്രിപ്റ്റും അത്യാവശ്യം മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിയും ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഇതാണ് കുറച്ചുകൂടെ സേഫ്. എല്ലാവരും അത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സന്തോഷ് പണ്ഡിറ്റ് എന്തുകൊണ്ട് ഈ ഒരു വഴി, നിങ്ങൾക്ക് ഏത് വഴിയാണോ നിങ്ങൾക്ക് തോന്നിയത് ആ വഴി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴിയാണ് ഭാവിയിലേക്കുള്ളത്. കറക്റ്റ്, ഞാൻ ചെയ്ത് കറക്റ്റ് അല്ലേ. ഇപ്പോൾ 10 ലക്ഷം എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്, ഞാൻ അഹങ്കാരം പറയില്ല. നിങ്ങൾ എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്ക്, 31 ലക്ഷം 56 ലക്ഷം. കാരണം അപ്പോൾ നിങ്ങൾ ഇതിന്ന് ഇപ്പോൾ ഇത്ര പൈസ കിട്ടാണ്ടോ? ഞാൻ പറഞ്ഞു ചേട്ടാ അധികമൊന്നും കിട്ടാനില്ല, 1 ലക്ഷത്തിന് 5000 വിചാരിച്ചു, 10 ലക്ഷം ആൾ കണ്ട 50,000 കിട്ടി. ആകെ ഒരു സിനിമേൻ്റെ ഒരു വീഡിയോ ആണ് 100 ഒരു സിനിമ കട്ട് ചെയ്ത്. ചിലത് എല്ലാം അങ്ങനെ പോകണമെന്നില്ല, ചിലത് നന്നായി പോകും. അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് ഈ മുതൽ മുടക്ക് പിടിക്കാം. ഞാൻ ഇവിടെ തിയേറ്ററേ നോക്കുന്നില്ല, തിയേറ്ററിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ബോണസാണ്. ഇതാണ് സംഭവം. ബാക്കിയുള്ളവർ തിയേറ്റർ മെയിനും ഈ സോഷ്യൽ മീഡിയ ബോണസുമാണ്. സന്തോഷ് പണ്ഡിറ്റിനെ സോഷ്യൽ മീഡിയ മെയിനും തിയേറ്റർ ബോണസും. പക്ഷെ ഞാൻ എന്നും സേഫ് സൈഡിൽ കളിക്കും. അപ്പം ഇത് വേറെ ഒരു നടൻ ഇത് പറ്റൂല, കാരണം അവർ വാങ്ങുന്ന പൈസ തന്നെ 6 കോടി ഇതൊക്കെയാണ്. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ എന്ത് അലോക്യം പറഞ്ഞാലും കിട്ടില്ല. അപ്പോൾ ഇതെന്ത് സംഭവിക്കും? ഈ ബിഗ് ബഡ്ജറ്റും മറ്റുള്ള സിനിമകൾ ഒരു 5-10 വർഷത്തിന് ശേഷം മലയാള സിനിമയിൽ ഒരു ബോധമുള്ളവൻ ഒരു ബിഗ് ബഡ്ജറ്റ് പടം എടുക്കാത്ത അവസ്ഥ വരും. കാരണം അത് ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ, ഇന്നത്തെ ദിവസങ്ങൾ ഓക്കെയാണ്. ഈ OTTക്ക് മതിയായ സബ്സ്ക്രൈബേഴ്സ് വന്നു. എക്സാമ്പിൾ, കേരളത്തിൽ 50 ലക്ഷം ആൾക്കാരാണ് സിനിമ കാണുന്നവരുണ്ട്, ഈ 50 ലക്ഷം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു സങ്കല്പിച്ചു. അന്ന് മുതൽ ഇവൻ്റെ പടം എടുത്താലും പുതിയ സബ്സ്ക്രൈബേഴ്സ് വരാനില്ല, ഓൾറെഡി ഉള്ളവരേ ഉള്ളൂ. മാക്സിമം ഈ പടം വരുന്നില്ലെങ്കിൽ എന്താണ് ആൾക്കാർ ചോദിക്കും, ചേട്ടാ ഈ സിനിമ എന്താ വരാത്തത്? തിയേറ്ററിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഇടാമെന്ന് കരുതി, തീർന്നു. തിയേറ്റർ ഇവിടെ വേണ്ടേ, വെറും മൾട്ടിപ്ലസ് വരുമ്പോൾ എന്താണ്, ഞാൻ മൾട്ടിപ്ലസിനെതിരല്ല. ഇവിടെ സാധാരണക്കാരൻ എങ്ങനെ അവിടെ റീച്ച് ചെയ്യാൻ പറ്റും? അതെ, അവിടെയാണ് വരുന്നത്. ഈ മൾട്ടിപ്ലസ് എത്ര എണ്ണം പൂട്ടിപ്പോയിട്ടുണ്ട്, എത്രയോ പൂട്ടിപ്പോയി. ഈവൻ എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ. കാരണം വെച്ചാൽ 100 സീറ്റുള്ളൂ, ഈ 100 സീറ്റ് അവിടെ അയാൾ പറയും ഈ 100-ൽ ഒരുത്തനെങ്കിൽ വരണ്ടേ, തീർന്നു. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ്? OTT പോലത്തെ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരും അതിനെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കരുതായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആലോചിക്കും, ഇപ്പോൾ സിനിമാ സംസ്കാരം മാറിയില്ലേ. ഇപ്പോൾ സിനിമ 2 ദിവസം അടച്ചിട്ടു. ഇപ്പോൾ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ 7-8 അടക്കായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഈ സിനിമ അല്ല, ഞാൻ പറഞ്ഞത് 2 ദിവസം ഇങ്ങനെ അടച്ചിട്ട കാര്യം പറഞ്ഞപ്പോൾ ആൾക്ക് പറയാം, ഓ അവൻ തുറന്നാലും കണക്കാം. അല്ല, ഞാൻ നോക്കുന്ന ഒരു ട്രെയിനിലെ അതിൽ പോലും ആളുകൾ പറഞ്ഞു അവൻ സ്ഥിരമായി അടച്ചിട്ടോട്ടെ. ഞാൻ വിചാരിക്കും, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരുത്തനെ പോലും ആ 2 ദിവസം അടച്ചിട്ട് കഷ്ടായില്ലേ, എനിക്ക് സിനിമ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഒരുത്തൻ പോലും പറയുന്നില്ല. അല്ല, ആലോചിച്ച് നോക്ക്. ഇതേ കാര്യം ഈ കൊറോണ പീരീഡിൽ, ഞാൻ മനഃശാസ്ത്രമാണ് പറയുന്നത്, കൊറോണ പീരീഡിൽ മദ്യം നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ചിലർ ആത്മഹത്യ ചെയ്തു. പോട്ടെ, ഇവിടെ തിയേറ്റർ അടച്ചിട്ടു, ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്തോ? ഇതൊന്നും ഈ സിനിമയൊന്നും അത്യാവശ്യമല്ല. നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം മുൻകൂട്ടി കാര്യങ്ങളെ കണ്ട് കളിച്ചില്ലെങ്കിൽ, ഞാൻ OTT കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ആ സംസ്കാരത്തിലേക്ക് വഴുതി മാറാതെ നമ്മൾ നോക്കേണ്ട നമ്മൾ ഉത്തരവാദിത്തമായിരുന്നു.
നമ്മൾ ചെയ്ത എന്താണ്, നല്ല കിടിലൻ സിനിമകൾ നിങ്ങൾ അവിടേക്ക് കൊടുത്തു. അത് കണ്ട് ആസ്വദിച്ച ജനങ്ങൾ വരും. വെറുതെ ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു നല്ല സിനിമ ഇറങ്ങി ഇങ്ങോട്ട് വരിക, നല്ല പടം, അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഓ 2 ആഴ്ച കഴിഞ്ഞാൽ അതിപ്പോൾ OTT വരില്ലേ. എല്ലാവരും ചിന്താഗതി അതാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, പിന്നെന്താ, ഞാനിപ്പോൾ എക്സ് എന്ന് പറഞ്ഞ നടൻ്റെ കടുത്ത ആരാധകനാണ്. എക്സ് ഏത് പടമായാലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടുപോകും. എൻ്റെ എക്സിന് ആദ്യ ദിവസം എത്ര കിട്ടി. അത് ചെറിയ ശതമാനം ആളുകളല്ലേ അങ്ങനെയൊക്കെയുള്ളൂ.